നമസ്കാരം പ്രിയ സ്നേഹിതരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേംജി. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വീട്ടുപറമ്പാണ്. വീട്ടുപറമ്പൊന്ന് കാട്ടാൻ വേണ്ടിയാണ്. മഴ ഇങ്ങനെ തൊരാതെ നിന്ന് പെയ്യുന്നതിനാൽ ഒന്ന് തന്നെ ക്ലിയർ ആക്കുവാനുള്ളൊരു സമയം നമുക്ക് കിട്ടാറില്ല. സമയമുണ്ടെങ്കിൽ തന്നെ പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ്. തിരുവനന്തപുരം മാത്രമല്ല, കേരളത്തിൽ കാലവർഷം തകർക്കുകയല്ലേ. അപ്പോൾ എന്തായിരുന്നാലും നമ്മളങ്ങനെ ഇന്ന് കുറച്ച് തോർച്ച കിട്ടി. ഞാൻ ടീനൂസ് ഇന്ന് മൊത്തം ക്ലീനിങ്ങിലാണ്. ഉച്ചവരെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം മറ്റ് ചില്ലറ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ വീഡിയോ എടുക്കുന്നത്. നന്നായിട്ട് കാട് പിടിച്ച് കിടക്കുകയാണ്. ഫലവൃക്ഷങ്ങളും അതുപോലെ തന്നെ ചെറിയ വാഴത്തോപ്പും തെങ്ങും തോപ്പൊന്നും പറയാനില്ല, കുറച്ച് തെങ്ങ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതേപോലെ നന്നായിട്ട് മുളക് ഒക്കെ നിൽക്കുന്ന സ്ഥലത്തൊക്കെയാണ് ഈ കാട് പിടിച്ച് കിടക്കുന്നത്. അവിടെയൊക്കെ ഒന്ന് ക്ലിയറാക്കി ഇടുക. ഇത് കാന്താരിയുടെ ചുവടാണ്. കാന്താരി മുളക് ഒക്കെ ഇങ്ങനെ കായ്ച്ച് കിടക്കുകയാണ്. അതിൻ്റെ ചുവട് നന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് മുളക് പറിക്കാനൊക്കെ നല്ല ഒരു സുഖമായി എന്നുള്ളതാണ്. മഞ്ഞളും കാന്താരി മുളകും അതുപോലെ തന്നെ അപ്പുറത്ത് തെങ്ങും ഇവിടെ നല്ല ഓണത്തിന് വീഴാൻ പാകത്തിൻ്റെ കുല നിൽപ്പുണ്ട്. ഇതൊക്കെ ഓണത്തിന് നല്ല പഴമാവുമെന്ന് തോന്നുന്നു. വളരെ സന്തോഷത്തിലാണ്. പഴമായി കിട്ടിയാൽ കഴിക്കാമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ജോലി എന്ന് വെച്ചാൽ ഇതിൻ്റെ മൂട്ടിലൊക്കെ ഇങ്ങനെ കളപറിച്ചിട്ടു. ഇനി മണ്ണ് വെട്ടി മൂടണം. അതാണ് അടുത്ത പരിപാടി. ഇപ്പോൾ മൺവെട്ടി എടുക്കാനുള്ളൊരു പരുവമല്ല. നല്ല മഴച്ചാറ്റിലുണ്ട് കേട്ടോ. ഞാൻ ദിവസം ഒരു വാഴയുടെ ഇലയുടെ ചുവട്ടിലായി. ആ സമയത്ത് നല്ല വെള്ളം വീഴുന്നുണ്ട് മുകളിൽ. അത് ഇതൊരു നമുക്ക് എന്താണ് ഒരു സന്തോഷമാണ്. പണ്ട് സ്കൂളിൽ പോയ ഓർമ്മയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും മഴയോട് കൂടി ഒരു ശുഭദിനം നേരുന്നു.